ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു our യൂട്യൂബ് ചാനൽ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഞങ്ങളും ഇവിടെ സുഖമായിട്ടിരിക്കുന്നു. ഈ വീക്ക്ലി വ്ളോഗ് തുടങ്ങുന്നത് അമ്പലപ്പുഴയിൽ നമ്മുടെ കസിൻസ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരായിട്ട് ഡിന്നർ കഴിക്കാൻ പോകുന്നത് വെച്ചിട്ടാണ്. അന്ന് രാത്രി ഒരു സ്പെഷ്യാലിറ്റി ഉണ്ടായിരുന്നു. ചിത്തിയുടെയും കൊച്ചൻ്റെയും 6th വെഡ്ഡിങ് ആനിവേഴ്സറി ആയിരുന്നു. അപ്പം ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചിട്ട് നേരെ വീട്ടിലോട്ട് വന്നു. ചെറിയൊരു കേക്ക് കട്ടിങ്ങും പിന്നെ ചിത്തി ഫൈനലി മാനേജ് ടു സർപ്രൈസ് കൊച്ചച്ചൻ ആഫ്റ്റർ 6 years. അപ്പോൾ ആ ഒരു സർപ്രൈസ് കൊടുക്കുന്നതും കൂടെ ആയിരുന്നു നമ്മൾ ഇന്നത്തെ പ്ലാൻ. ചിത്തി കൊച്ചന് വാങ്ങിച്ചു കൊടുത്തത് ഓക്ലിയുടെ മെറ്റാ ഗ്ലാസ്സസ് ആണ് ഗൈസ്. ഇതിൽ നമുക്ക് ഫോൺ വിളിക്കാം, പാട്ട് കേൾക്കാം, ഫോട്ടോ എടുക്കാം, വീഡിയോ എടുക്കാം. അങ്ങനെ ഒരു ഫോണിൽ ചെയ്യാൻ പറ്റുന്ന ഒട്ടുമിക്ക കാര്യങ്ങളും കണ്ണാടിയിൽ ചെയ്യാം. അപ്പോൾ ദാറ്റ് വാസ് എ വെരി എക്സലൻറ്റ് പർച്ചേസ് എന്ന് ഞാൻ പറയും. കൊച്ചിനും നന്നായിട്ട് ഇഷ്ടമായി. അങ്ങനെ ഗിഫ്റ്റൊക്കെ കൊടുത്ത് കുറച്ച് നേരം കൂടെ സ്പെൻഡ് ചെയ്തിട്ട് അമ്പലപ്പുഴയിലേക്ക് നമ്മുടെ കസിൻസ് റിട്ടേൺ ചെയ്തു. പിന്നെ ആ ദിവസം അവിടെ എൻഡ് ചെയ്തു. ഇത് വേറൊരു ദിവസമാണ്. നിങ്ങൾ നേരത്തെ വീഡിയോയിൽ കണ്ട പോലെ ഇതാണ് ഞങ്ങളുടെ ഇപ്പോഴത്തെ ഏറ്റവും ബെസ്റ്റ് പാസ് ടൈം. ഇത് ആക്ച്വലി യൂട്യൂബിൽ നമ്മൾ വർക്കൗട്ട് ഗെയിം അടിച്ചു കൊടുത്താൽ വരുന്ന ഒരു സാധനമാണ്. അതിലാണ് നമുക്ക് വർക്കൗട്ട് ചെയ്യാൻ മടിയുള്ളവർക്ക് ബെസ്റ്റ് എക്സസൈസ് ആണെന്ന് ഞാൻ പറയും. ഇത് അതിൻ്റെ നെക്സ്റ്റ് ഡേ ആണ്. ഐ ഡിഡ് നോട്ട് വാണ്ട് ടു എക്സ്ക്ലൂഡ് ദിസ് വീഡിയോ. ഈ വീഡിയോ കാണുമ്പോൾ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നത് എന്താണെന്ന് വെച്ചാൽ, എനിക്ക് കോളേജ് ഫൈനൽ ഇയർ വരെ ഡോഗ്സ്, കാറ്റ്സ്, എല്ലാ ആനിമൽസിനെയും ഭയങ്കര പേടിയായിരുന്നു. എങ്ങനെയോ ഒരു ദിവസം അത് മാറിക്കഴിഞ്ഞ് ഇപ്പം ഞാൻ എന്താ തിരിഞ്ഞ് നോക്കുമ്പോൾ ഐ ഹവ് കം സോ ഫാർ. എല്ലാ ആനിമൽസിനെയും പേടിയിൽ നിന്നും കനേക്കോസോ, ഡോഗോ അർജൻറ്റീനോ, അതുപോലെ കാള, ഇതുപോലെ ഒട്ടുമിക്ക ആനിമൽസിൻ്റെ അടുത്ത് ഇടപഴകാനും അവരുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യാനും അവരെ വളർത്താനും ഒക്കെ ഞാനിപ്പോൾ പഠിച്ചു. അതിനുള്ളൊരു ധൈര്യം കിട്ടി. അപ്പോൾ അത് തന്നെ ഒരു വലിയ അച്ചീവ്മെൻ്റായിട്ട് ഞാൻ ഈ ഒരു സമയത്ത് നോട്ട് ചെയ്യുന്നു. ഇതും അതിൻ്റെ നെക്സ്റ്റ് ഡേ ആണ്. ദിവസങ്ങളൊക്കെ പെട്ടെന്ന് പോകുന്ന പോലെ തോന്നുന്നുണ്ടല്ലേ? ഞാൻ അധികം വീഡിയോ എടുക്കാത്തതുകൊണ്ടാണ് അങ്ങനെ തോന്നുന്നത്. സോ ഇന്നത്തെ പരിപാടി എന്തായിരുന്നു എന്ന് വെച്ചാൽ, നമ്മുടെ ചാക്ക ഇളമ്പാല ക്ഷേത്രത്തിൽ കൊച്ചുബേബിയുടെ പേരിൽ ഒരു അന്നദാനം നമ്മൾ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ അന്നദാനത്തിന് ലാസ്റ്റ് പോയത് ഞങ്ങളാണ്. അപ്പം നമ്മളതാ റെഡിയായി അവിടെ പോയി ആസ് യൂഷ്വൽ നമ്മുടെ കൊച്ചുബേബി ആരും ബോറടിച്ചിരിക്കാൻ സമ്മതിക്കാത്തതുകൊണ്ട് ഷീ ഈസ് ബീയിങ് ദി എൻ്റർടൈനർ നമ്പർ 2 അനുമോൾ. അന്ന് നമ്മൾ ഫുഡ് കഴിച്ചു വേഗം തിരിച്ച് വീട്ടിൽ വന്നു. ഒരു 1/2 hour റെസ്റ്റ് എടുക്കാൻ പറ്റുള്ളൂ. അത് കഴിഞ്ഞപ്പോഴേക്കും നമുക്ക് ഡാൻസ് പ്രോഗ്രാം ഉള്ളതുകൊണ്ട് റെഡിയായി ഇറങ്ങാൻ നിൽക്കുകയായിരുന്നു. ഫൈനൽ ഒരു റിഹേഴ്സലൊക്കെ കഴിഞ്ഞിട്ട് എല്ലാവരും റെഡിയായി. നടന്നാണ് നമ്മൾ പോയത്. അമ്പലം ഒരുപാട് ദൂരമില്ല, വളരെ അടുത്താണ്. അപ്പോൾ ആദ്യം ചിത്തിയും താര ടീച്ചറൊക്കെ പോയി. അതിൻ്റെ പുറകെ മനുവും കൊച്ചിനും ഞാനും കൂടെ പോയി. എനിക്ക് ഒരുപോലെ ഫാസിനേഷനും പേടിയും ഉള്ളൊരു കാര്യമാണ് ഫയർ വർക്ക്സ്. പടക്കം പൊട്ടുന്ന അതേ സ്പീഡിൽ എൻ്റെ കണ്ണും അടയും. ഞാൻ ചെവി അടച്ച് പൊത്തി പിടിക്കാറുണ്ട്, കാരണം എനിക്ക് സൗണ്ട് ഭയങ്കര പേടിയാണ്. എന്നാലും ഞാൻ അവിടെ പോയി വായും പൊളിച്ച് പേടിച്ച് നിൽക്കാറുണ്ട്, കാരണം എനിക്കത് കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. ഇന്നത്തെ ആങ്കറിങ് ചെയ്തത് വിദ്യാൻ്റി ആയിരുന്നു. വിദ്യാൻ്റി വളരെ നന്നായിട്ടാണ് സംസാരിക്കുന്നത്. വിദ്യാൻ്റി സംസാരിക്കുമ്പോഴാണ് ഞാൻ ഓർക്കുന്നത്, ദൈവമേ, മലയാളത്തിൽ ഇത്രയും വാക്കുകളൊക്കെ ഉണ്ടായിരുന്നോ, എനിക്കിതൊന്നും അറിയില്ലല്ലോ എന്ന് ഓർക്കുന്നത് പലപ്പോഴും വിദ്യാൻ്റി ഈ ആങ്കറിങ്ങിൻ്റെ സമയത്ത് സംസാരിക്കുന്ന കേൾക്കുമ്പോഴാണ്. ആൻഡ് ആസ് യൂഷ്വൽ പാട്ടിൻ്റെ ഇൻചാർജ് മനു ആയിരുന്നു. അപ്പം ഞാൻ മനുവിൻ്റെ കൂടെ കുറച്ച് നേരം ഇരുന്നു. അതുപോലെ വീഡിയോ എടുക്കാൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നടന്നു. ഡാൻസ് പ്രോഗ്രാമൊക്കെ കണ്ടു. ഒരു 2.5 hours നമുക്ക് പ്രോഗ്രാം ഉണ്ടായിരുന്നു. പക്ഷെ ഒട്ടും തന്നെ സമയം പോയത് അറിഞ്ഞില്ല. ഇങ്ങനെ ഡാൻസ് പ്രോഗ്രാം കണ്ട് മെഴുകിയിരുന്നു പോയി. പ്രോഗ്രാമൊക്കെ കഴിഞ്ഞ് വന്നിട്ട് ഒരാളുടെ ഡാൻസ് ഉടനെ കണ്ടോണേ.
പാവട്ടെ ഇങ്ങനെ അങ്ങോട്ട് പോകണം. ഇതതിൻ്റെ നെക്സ്റ്റ് ഡേ ആണ്. കുറച്ച് നേരത്തെ ഞാൻ എണ്ണീറ്റു ഡോഗ്സിനൂടെ ടൈം സ്പെൻഡ് ചെയ്യാനായിട്ട്. രാവിലെ ലൈക്കയെ വിട്ടു. ലൈക്കയുടെ കൂടെ കുറച്ച് നേരം സ്പെൻഡ് ചെയ്തപ്പോഴേക്കും പിന്നെ കൊച്ചേബിയൊക്കെ ഉണർന്നു. അപ്പോൾ ഞാൻ അകത്തോട്ട് പോയി. ഞാൻ ചെറുപ്പത്തിൽ കണ്ടുകൊണ്ടിരുന്ന ഒരുപാട് പാട്ടുകൾ കൊച്ചേബി ഇപ്പോൾ കാണുമ്പോൾ എനിക്ക് മറ്റേ നൊസ്റ്റാൾജിയൊക്കെ വരുന്നു. ഞാൻ ഭയങ്കര പ്രായമായ പോലെ. ഇതൊക്കെ ഞാൻ പണ്ട് ഫേവറേറ്റ് പാട്ടായിട്ട് കണ്ടുകൊണ്ടിരുന്നതാണ്. അതപ്പം മറ്റേ ജനറേഷൻ ടു ജനറേഷൻ പാസ് ആവുന്ന പോലെ ഞാൻ മറ്റേ ഒരു കിളവിയായ ഫീലിംഗ് ആണ് ഗൈസ് എനിക്ക്. ഇത് അന്നത്തെ ദിവസം ഉച്ചയൊക്കെ ആയപ്പോൾ ചിത്തിയും ഞാനും കൂടെ ഒന്ന് വെളിയിലോട്ട് പോകാനായിട്ട് ഇറങ്ങിയതാണ്. കുറച്ച് പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു. പറയാതിരിക്കാൻ വയ്യ ഗൈസ്, ഇവിടെ ഒടുക്കത്തെ ചൂടാണ്. ബാംഗ്ലൂർ പോയി ഞാൻ ഇത്രയും ചൂട് അനുഭവിച്ചിട്ടില്ല. അപ്പോൾ ഫസ്റ്റ് ഞങ്ങൾ പോയത് ആധാർ സേവാ കേന്ദ്രത്തിലാണ്. ഞങ്ങൾ മനസ്സിൽ വിചാരിച്ച പോലെ തന്നെ അവർ ഇന്ന് നമ്മൾ വിചാരിച്ച കാര്യം നടക്കില്ല, തിരിച്ചു പോയിട്ട് വരാൻ പറഞ്ഞു. ആദ്യം നമ്മൾ അവിടെ ചമ്മി. അപ്പോൾ നമ്മൾ വിചാരിച്ചു നമ്മളെ അങ്ങനെ തോൽപ്പിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഞാൻ അടുത്തൊരു ഫോട്ടോ സ്റ്റുഡിയോ കണ്ടുപിടിച്ച് നമ്മൾക്ക് ഫോട്ടോ എടുക്കാൻ അത്യാവശ്യമായിരുന്നു. പാസ്പോർട്ട് സൈസ് ഫോട്ടോ എടുക്കാനായിട്ട് പോയി. അങ്ങനെ ചെന്ന് നോക്കുമ്പോൾ നമ്മൾ ആദ്യം കണ്ട സ്റ്റുഡിയോ പെർമനൻ്റ്ലി ക്ലോസ്ഡ് ആണ്. പിന്നെ എങ്ങനെയൊക്കെയോ ഓട്ടോ പിടിച്ച് തിരിച്ചു പോയി ഫോട്ടോ എടുത്ത്. ഈ വെയിലത്ത് ഇതിൻ്റെയൊക്കെ വല്ല ആവശ്യമുണ്ടായിരുന്നു? അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നല്ല ടയേർഡായതുകൊണ്ട് ഞങ്ങൾ നേരെ ഗൗരി ലക്ഷ്മിയിൽ പോയി ഫുഡ് കഴിച്ചു. ഞാനൊരു പനീർ മസാല ദോശയാണ് കഴിച്ചത്. നല്ല ഫുഡായിരുന്നു. അതുപോലെ തന്നെ ഇവരുടെ കോഫിയും അടിപൊളിയായിരുന്നു. എനിക്കിഷ്ടപ്പെട്ട കോഫി ഞാൻ ഒരിക്കലും വെളിയിൽ പോകുമ്പോൾ എനിക്ക് കിട്ടാറില്ല. പക്ഷെ അന്നത്തെ ദിവസം ഐ നീഡഡ് ഇറ്റ് ആൻഡ് ഐ ഗോട്ട് ഇറ്റ്. അപ്പോൾ ഫുഡും കഴിച്ച് കോഫിയൊക്കെ കുടിച്ച് നമ്മൾ നേരെ നൈറ്റി മേളയിൽ പോയി ഗൈസ്. നൈറ്റി മേളയിൽ പോയി ഒരു 1.5 പർച്ചേസ് ആയിപ്പോയി. അത്യാവശ്യം നല്ല രീതിക്ക് കാശ് പൊട്ടിക്കുന്ന പോലെ നമ്മൾ ചിലവ് ചെയ്തു. ഇങ്ങനത്തെ ചെറിയ ചെറിയ കടകളിൽ പോകുമ്പോൾ അതാണ് പ്രശ്നം. നമ്മൾ ചെറുതല്ലേ എന്ന് കൂട്ടി വയ്ക്കുമ്പോൾ ചിലപ്പോൾ ബില്ല് വരുമ്പം 50,000 രൂപയായിരിക്കും നമ്മൾ അവസാനം പേ ചെയ്യാൻ പോകുന്നത്. ഞങ്ങളുടെ ബില്ല് അത്രയൊന്നും വന്നില്ലെങ്കിലും എന്തായാലും എനിക്കൊരു ചെറിയ ഹാർട്ട് അറ്റാക്ക് ഒക്കെ വരാനുള്ള രീതിയിലൊരു ബില്ല് വന്നു. അപ്പോൾ എന്തായാലും നമ്മൾ പോയതല്ലേ എന്ന് വിചാരിച്ച് കൊച്ചേബിക്ക് കുറേ ഡ്രസ്സ് വാങ്ങിച്ചു. അതുപോലെ ഈ യോയോ വാങ്ങിച്ചു. യോയോ സത്യം പറഞ്ഞാൽ ഞാൻ ചെറുപ്പത്തിൽ കളിച്ച ഓർമ്മയിൽ ഞാൻ കൊച്ചേബി ഇപ്പം ശരിയാക്കി തരാടാ, ചിക്കു ചേച്ചിക്ക് എല്ലാം അറിയാമെന്ന് പറഞ്ഞ് വാങ്ങിച്ചതാണ്. പക്ഷേ എനിക്ക് അറിഞ്ഞൂടായിരുന്നു. അവസാനം അത് കണ്ട് ദയനീയ അവസ്ഥയിൽ ചിത്തി അത് തിരിച്ച് വാങ്ങിച്ചിട്ട് ചിത്തി ശരിയാക്കി കൊടുത്തോളാമെന്ന് പറഞ്ഞു. എന്നെ കൊണ്ട് ഇതൊന്നും ചെയ്യാൻ പറ്റൂല എന്ന് മനസ്സിലായെന്ന് തോന്നുന്നു. ഇത് കൊച്ചേബിക്ക് വാങ്ങിച്ച പുതിയ ചെരുപ്പാണ്. ഇത് ഇട്ടുകൊണ്ട് വന്നിട്ട് ചിക്കു ചേച്ചി കൊച്ചേബി മാച്ചിങ് എന്ന് കുറേ നേരം പറഞ്ഞുകൊണ്ടിരുന്നു. ഇങ്ങനെ ഓരോ ക്യൂട്ട് കാര്യങ്ങൾ പറയുമ്പോൾ എനിക്ക് കൊച്ചേബി ഭയങ്കര സ്വിഷ് ചെയ്ത് വെക്കാനാണ് തോന്നാറ്. ഇതൊക്കെയാണ് നമ്മുടെ പേർച്ചേസസ്. ഇത് ഓരോ കവർ ഓരോ ആൾക്കാരുടെയാണ്. അതുപോലെ ഈ കാണുന്ന കവർ മൊത്തം കൊച്ചേബിയുടെ ക്ലോത്ത്സ് ആയിരുന്നു. ഓക്കെ, ഇതും നെക്സ്റ്റ് ഡേ ആണ്. ഇന്ന് ആക്ച്വലി നമുക്ക് 2 പരിപാടി ഉണ്ടായിരുന്നു. ഒന്ന്, നിങ്ങൾ ഈ വീഡിയോൻ്റെ കുറച്ചുകൂടെ അവസാനമാകുമ്പം കാണും, നമ്മളൊരു കാര്യം ശരിയാക്കാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നു, ഫൈനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതുപോലെ നമ്മുടെ താറൊന്ന് സർവീസിന് കൊടുക്കാനും പോകണമായിരുന്നു. അപ്പോൾ ഫസ്റ്റ് ഞാൻ പറഞ്ഞ പോലെ ഞങ്ങളൊരു ഡിസൈഡ് ചെയ്യാനായിട്ട് ഒരു കാര്യം കാണാൻ പോയി. അത് പോയി കഴിഞ്ഞ് നേരെ സർവീസ് സെൻറ്ററിൽ പോയി താറിന് ടാറ്റ ബൈ ബൈ ഒക്കെ കൊടുത്ത് സർവീസ് സെൻറ്ററിലാക്കിയിട്ട് തിരിച്ച് വീട്ടിലോട്ട് പോയി. ഇത് നെക്സ്റ്റ് ഡേ ആണ്. ഞാൻ പറഞ്ഞ സ്പെഷ്യൽ ഡേ ഇന്നാണ്. തലേ ദിവസം ഫൈനലൈസ് ചെയ്ത കാര്യം ഇന്ന് കിട്ടും. അപ്പോൾ അതിൻ്റെ എക്സൈറ്റ്മെൻറ്റിലാണ് ഞാനും മനുവും എണ്ണീറ്റത്. അതുപോലെ കൊച്ചേബിയും രാവിലെ ഞങ്ങളെ അന്ന് അന്വേഷിച്ച് വന്നിരുന്നു. അപ്പോൾ ഐ തോട്ട് വൈ നോട്ട് സ്റ്റാർട്ട് ദ ഡേ വിത്ത് ഹെർ. അപ്പോൾ ഞാൻ രാവിലെ താഴോട്ട് പോകുന്നതിന് മുമ്പ് ഇവിടെ ചെറിയ പരിപാടികൾ ചെയ്യും. അപ്പോൾ അതിൽ കൊച്ചേബിയും കൂടെ ഇൻക്ലൂഡ് ചെയ്യാമെന്ന് വിചാരിച്ചു. കൊച്ചേബി എന്നെ വെള്ളം ഒഴിക്കാനൊക്കെ ഹെൽപ്പ് ചെയ്തു. പക്ഷേ ഭയങ്കര പൊടിയാണ് ഇവിടെ. ഇലയുടെ പ്രശ്നം നിങ്ങൾക്കറിയാമല്ലോ. ഇവിടെ എത്ര ക്ലീൻ ചെയ്താലും വീണ്ടും ഇല വീണുകൊണ്ടിരിക്കും. അപ്പോൾ ഇവിടെ ഭയങ്കര പൊടിയും ഇതൊക്കെ ഉള്ളതുകൊണ്ട് ഞാൻ അകത്തോട്ട് പോകാൻ ആളുടെ അടുത്ത് പറഞ്ഞു. അതിൻ്റെ പിണക്കത്തിൽ ആളകത്ത് കയറി പോവുകയും ചെയ്തു.
അങ്ങനെ ചെടിക്കൊക്കെ വെള്ളം ഒഴിച്ചിട്ട് താഴോട്ട് പോകുന്നതിന് മുമ്പുള്ള അടുത്ത ജോലിയാണ് ക്രിസ്മോയ്ക്ക് ഫുഡ് കൊടുക്കുക എന്നുള്ളത്. ക്രിസ്മോ റൂമിൽ കയറുമ്പോഴേ അറിയാം നമ്മൾ എന്തിനാണ് വരുന്നതെന്ന്. അപ്പോൾ ആൾ ഓടി വന്നോളും. ഇന്ന് ഞാൻ ഫുഡ് കൊടുക്കാൻ പോകുന്ന സമയത്ത് കൊച്ചേവിയും കൂടെ ജോയിൻ ചെയ്തു. ആക്ച്വലി ഈ സമയത്തൊക്കെ ഞാൻ ഉള്ളിൽ മറ്റേ എക്സൈറ്റ്മെൻറ്റ് കൊണ്ട് തുള്ളി ചാടുകയാണ്. പക്ഷേ വെളിയിൽ കൊച്ചേബിക്ക് പാൽ കൊടുക്കുന്നതുകൊണ്ട് എനിക്കൊന്നും വെളിയിൽ കാണിക്കാനും പറ്റുന്നില്ല. പക്ഷേ എനിക്ക് ഇരുന്നിട്ട് ഇരിപ്പ് ഉറക്കുന്നില്ല. അങ്ങനത്തെ ഒരവസ്ഥയായിരുന്നു. എന്താണെന്നല്ലേ, എന്താണ് നിങ്ങളുടെ ഇപ്പോൾ കാണും. അപ്പോൾ നിങ്ങളിൽ കുറച്ച് പേരെങ്കിലും ഇൻസ്റ്റാഗ്രാമിൽ കണ്ടിട്ടുണ്ടാവും. പക്ഷേ മനുവും ഞാനും ഞങ്ങളുടെ ഫസ്റ്റ് കാർ വാങ്ങിച്ചു ഗൈസ്. ഇത് കാണാനാണ് ഇന്നലെ നമ്മൾ പോയി ടെസ്റ്റ് ഡ്രൈവ് ഒക്കെ ചെയ്ത് നോക്കിയിട്ട് വന്നത്. അപ്പോൾ വീട്ടിലെല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. പിന്നെ ഞങ്ങളും ഒന്നും ആലോചിച്ചില്ല. ആൻഡ് വി ഫൈനലി ബിക്കെയിം കാർ ഓണേഴ്സ് അറ്റ് 22. ഇത്രയും പെട്ടെന്നൊരു കാർ എടുക്കാൻ പറ്റുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല. ഞങ്ങൾ എപ്പോഴും നമ്മുടെ ലൈഫിനെ കുറിച്ച് ആലോചിക്കുമ്പോൾ, ഡ്രീം ചെയ്യുമ്പോൾ അതിലേറ്റവും വലിയൊരു ഭാഗമായിരുന്നു നമുക്ക് ഇഷ്ടപ്പെട്ട പോലത്തെ ഒരു വണ്ടി. നമ്മൾ ഒരുപാട് നോക്കിയിട്ട് അവസാനം നമ്മൾ രണ്ടുപേരും അഗ്രി ചെയ്തത് പോളോ ആണ്, വിത്തൗട്ട് ഹെസിറ്റേഷൻ. എനിക്ക് അന്നത്തെ ദിവസം എൻ്റെ എക്സൈറ്റ്മെൻറ്റും എൻ്റെ സന്തോഷമൊന്നും എനിക്ക് അറിയിക്കാൻ അറിഞ്ഞൂടായിരുന്നു. എനിക്കങ്ങനെ ഒരുപാട് വാക്കുകൾ കൊണ്ട് എക്സ്പ്രസ് ചെയ്യാൻ അറിയാവുന്ന ഒരാളല്ല. പക്ഷേ എന്നാൽ പോലും ഐ വാസ് റിയലി ഹാപ്പി ദാറ്റ് ഡേ. ഞാൻ ഫുള്ളി ആലോചിച്ചുകൊണ്ടിരുന്നത് എൻ്റെ മമ്മി ഉണ്ടായിരുന്നെങ്കിൽ മമ്മിക്കും ഭയങ്കരമായിട്ട് സന്തോഷമായേനെ. ബിക്കോസ് ഞങ്ങൾ ഫിനാൻഷ്യലി ഇൻഡിപെൻഡൻ്റ് ആയിട്ട് എടുത്ത ഒരു സ്റ്റെപ്പാണ് പർച്ചേസിങ് എ കാർ. ആൻഡ് ഐ ഹാവ് ടു സേ ദിസ്, ഇപ്പോഴത്തെ ഒരു സമയത്ത് ഫൈൻഡിങ് എ പാർട്ട്ണർ ടു കമ്മിറ്റ് ടു ഇസ് റിയലി ഹാർഡ്. അപ്പം മനുവിനെ ഇങ്ങനെ ഒരു ജനറേഷനിൽ എനിക്ക് കണ്ടുപിടിക്കാൻ പറ്റിയത് തന്നെ എൻ്റെ ഒരു വലിയൊരു ബ്ലെസ്സിങ് ആണ്, ദാറ്റ് വി ഫൗണ്ട് ഈച്ച് അതർ. അതേപോലെ നമ്മളുടെ ഡ്രീംസ് ഷെയർ ചെയ്യുന്നൊരു പാർട്ട്ണർ അല്ലെങ്കിൽ നമുക്ക് ഒരിക്കലും ഒന്നും അങ്ങോട്ടും ഇങ്ങോട്ടും വർക്കൗട്ട് ആവില്ല ഗൈസ്. എനിക്ക് എൻ്റെ ഡ്രീംസിനൊപ്പം നിൽക്കുന്ന ഒരാളാണ് മനു. ആൻഡ് ഐ എം റിയലി ഹാപ്പി ദാറ്റ് ഐ ഗെറ്റ് ടു സ്പെൻഡ് ദ റെസ്റ്റ് ഓഫ് അവർ ലൈഫ് ടുഗെദർ. ഇതിൽ കുറച്ച് പേരെങ്കിലും വിചാരിക്കുന്നുണ്ടായിരിക്കും ഇവർ ഇത്ര ചെറിയ പ്രായത്തിൽ ഇത്ര വലിയൊരു കമ്മിറ്റ്മെൻറ്റ് എടുക്കാറായോ എന്ന്. ആക്ച്വലി നമ്മുടെ റൈറ്റ് പേഴ്സണിനെ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ പിന്നെ ഐ ഡോണ്ട് തിങ്ക് ദർ ഇസ് എ പോയിൻ്റ് ഇൻ വെയിറ്റിംഗ് എനിമോർ. അപ്പം ഞങ്ങൾക്ക് ഞങ്ങളുടെ ഡ്രീം ലൈഫ് എങ്ങനെ ആവണം എന്നൊരു ഐഡിയ ഉണ്ടായിരുന്നു. ഞങ്ങൾ എല്ലാ ദിവസവും വർക്ക് ചെയ്യുന്നതും അതിലോട്ട് എത്തിക്കാൻ വേണ്ടിയിട്ടാണ്. അതിൽ ഫസ്റ്റ് സ്റ്റെപ്പ് മാത്രമാണ് ഈ കാർ. ഇനി ഒരുപാട് ആഗ്രഹങ്ങളും ഒരുപാട് വണ്ടികളും അതുപോലെ നമ്മുടെ സ്വപ്നങ്ങളും ബാക്കിയുണ്ട്. എനിക്ക് 100% എൻ്റെ ലൈഫ് വിശ്വസിച്ച് മനുവിൻ്റെ ഹാൻഡ്സിൽ കൊടുക്കാമെന്ന് എനിക്ക് ഉറപ്പുള്ളത് കൊണ്ടാണ് ഞാനൊരു തീരുമാനം എടുത്തത്. മനുവിനും അങ്ങനെ തന്നെയാണ്. ആൻഡ് ഐ ഡോണ്ട് തിങ്ക് ഏജ് ഇസ് എ ബാരിയർ ഫോർ ദാറ്റ്. ഏജും മെച്യൂരിറ്റിയും തമ്മിൽ ആക്ച്വലി എല്ലാവരും പറയുന്ന പോലെ ബന്ധമുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. നമ്മൾ ഓരോ സ്ട്രഗിൾസും ഓരോ ലൈഫ് എക്സ്പീരിയൻസും കടന്നു പോകുമ്പോഴാണ് നമുക്ക് മെച്യൂരിറ്റി കിട്ടുന്നത്. അപ്പം ഞങ്ങളെ രണ്ടുപേരെ സംബന്ധിച്ച് ഞങ്ങളുടെ പ്രായത്തിനേക്കാൾ കൂടുതൽ മെച്യൂരിറ്റി ഉണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതുപോലെ തന്നെ ഞങ്ങൾ ഫിനാൻഷ്യലി ഇൻഡിപെൻഡൻ്റ് ആയിട്ടാണ് ഇങ്ങനെ ഒരു ഡിസിഷൻ എടുത്തത്. അല്ലാതെ നമ്മൾ ഓവറായിട്ട് ലോൺ എടുത്തോ അല്ലെങ്കിൽ ഒരു വലിയ ബാധ്യത എടുത്ത് തലയിൽ വെച്ചിട്ടോ അല്ല ഇങ്ങനെ ഒരു ഡിസിഷൻ എടുത്തത്. എന്തായാലും ഞങ്ങളും ഞങ്ങളുടെ ഫാമിലിയും വളരെ ഹാപ്പിയാണ്. ഞാൻ ഒരുപാട് പ്രാവശ്യം ആലോചിച്ചു ഈ ഒരു ന്യൂസ് ഷെയർ ചെയ്യണോ, എന്തെങ്കിലും രീതിയിലെ ഒരു നെഗറ്റീവ് ഇത് വന്നാൽ എനിക്കത് ഹേർട്ടാകുമോ. പക്ഷെ അങ്ങനെ വിചാരിച്ചിട്ട് കാര്യമില്ലല്ലോ ഗൈസ്. ഇത് ഞങ്ങളുടെ ഒരു ഹാപ്പി മൊമെൻ്റാണ്. ഞങ്ങൾക്ക് നിങ്ങളെ അത്രയും ഇഷ്ടമുള്ളത് കൊണ്ട് നിങ്ങളുടെ അടുത്തും അത് അറിയിക്കണം എന്ന് തോന്നി. സോ യെസ്, ഞങ്ങൾ ഫൈനലി കാർ ഓണേഴ്സാണ്. അന്ന് നമ്മൾ കാറ് പൂജിക്കാൻ കൊണ്ടുപോയിരുന്നു. ഇതതിൻ്റെ നെക്സ്റ്റ് ഡേ ആണ്. ഞങ്ങൾ കാർ എടുത്തിട്ട് ഞങ്ങൾ രണ്ടുപേരുമായിട്ട് എവിടെയും പോയിട്ടില്ലായിരുന്നു. സോ വി തോട്ട് ഒരു സെലിബ്രേറ്ററി ഡിന്നർ പോലെ എവിടെയെങ്കിലും ഇച്ചിരി ഫാൻസി ആയിട്ട് പോകാമെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ ഓബൈ താമരയിൽ പോയി. ഞാൻ ആദ്യമായിട്ടാണ് അവിടെ പോകുന്നത്. ആൻഡ് എനിക്ക് അതിൻ്റെ ഫുൾ എക്സൈറ്റ്മെൻറ്റ് ഉണ്ടായിരുന്നു. എൻ്റെ വീഡിയോഗ്രാഫിയൊക്കെ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഫുഡ് വാസ് ഓൾസോ അമേസിങ്. ഞാൻ വെജ് പ്ലാറ്ററാണ് വാങ്ങിച്ചത്. വെജ് പ്ലാറ്റർ അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു. അടിപൊളി ടേസ്റ്റുമായിരുന്നു.
ഈ ഒരു സമയത്തും ഞങ്ങൾ വിചാരിച്ചുകൊണ്ടിരുന്നത് വാവ്, ഞങ്ങളെ കൊണ്ടൊരു വണ്ടി എടുക്കാൻ പറ്റി, ഇത് തന്നെയാണ് മൈൻഡിൽ ഓടിക്കൊണ്ടിരുന്നത് ഗൈസ്. എനിക്കാണെങ്കിൽ വണ്ടി വാങ്ങിച്ച പിന്നെ വണ്ടിയിൽ നിന്ന് കണ്ണെടുക്കാൻ തോന്നില്ല, ദൂരെ മാറി നിൽക്കാൻ തോന്നില്ല, അങ്ങനത്തെ ഒരു പ്രശ്നമായി. എനിക്ക് അങ്ങനെ ഒരു ഇതുണ്ട്, ഞാൻ എന്തെങ്കിലും ഒന്ന് വാങ്ങിച്ചു കഴിഞ്ഞാൽ ഞാൻ ഭയങ്കരമായിട്ട് അതായിട്ട് അറ്റാച്ച്ഡ് ആവും. അപ്പോൾ ഈ വണ്ടിയുടെ അടുത്തും അങ്ങനെ തന്നെയായിരുന്നു. അങ്ങനെ ഞങ്ങൾ വീട്ടിലെത്തി കുറച്ച് നേരം ഇരുന്നപ്പോഴേക്കും തന്നെ നമ്മൾ ഡിസൈഡ് ചെയ്തു, എന്നാൽ പിന്നെ വൈ നോട്ട് ഗോ ടു ടർഫ് കഫേ. അങ്ങനെ കൊച്ചേബിയും ചിത്തിയും മനുവും ഞാനും കൂടെ ടർഫിലോട്ട് പോയി. അന്നത്തെ കൊച്ചേബിയുടെ ഔട്ട്ഫിറ്റ് വാസ് ഫ്രം പൂവ് ബൈ സൗഭാഗ്യ വെങ്കടേഷ്. ഇതാണ് എൻ്റെ പേഴ്സണൽ ഫേവറേറ്റ് ഈ കളക്ഷന്. എൻ്റെ സൈസിലും അവൈലബിൾ ആണ് ഗൈസ്. ഞാനും പൂവിൻ്റെ വലിയൊരു ഫാനാണ്. ഹോപ്പ് യു ആർ ടു. അല്ലെങ്കിൽ നിങ്ങളും ചെന്ന് പർച്ചേസ് ചെയ്യൂ. The quality is amazing and the designs are really amazing. എൻ്റെ ചിത്തി ചെയ്തതുകൊണ്ട് പറയല്ല, ബട്ട് ഇറ്റ് വിൽ സൂട്ട് യുവർ ലവ്ഡ് വൺ, ഇറ്റ് വിൽ സൂട്ട് യുവർ ബേബി ഫോർ ഷുവർ. ഇത് അതിൻ്റെ നെക്സ്റ്റ് ഡേ ആണ്. ഇതിപ്പോൾ എനിക്ക് തോന്നുന്നു ഒരാഴ്ചയൊക്കെ എന്തായാലും കഴിഞ്ഞിട്ടുണ്ടാവും. ഇന്ന് മനുവിൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിലൊരു ഫങ്ഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് പോവുകയാണ്. നിലമേലായിരുന്നു ഫങ്ഷൻ. അപ്പോൾ നമ്മളിപ്പോൾ കാറൊക്കെ എടുത്തുകൊണ്ട് ഇനി കാറിൽ പോകാമല്ലോ ഗൈസ്. അങ്ങനെ കാറിൽ അത്യാവശ്യം ദൂരം നമ്മൾ വന്നു. വലുതായിട്ട് അന്ന് ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല. അതും കഴിഞ്ഞ് നെക്സ്റ്റ് ഡേ ആണ്. ഇത് പൊങ്കാലയുടെ തലേ ദിവസമാണ്. അന്നൊന്നും വെളിയിൽ ഇറങ്ങാൻ പറ്റിയില്ലെങ്കിലും ഞങ്ങൾ എങ്ങനെയൊക്കെയോ സ്കൂട്ടറിൽ പോയി കുറച്ച് സാധനം വാങ്ങിക്കാനുണ്ടായിരുന്നു. അതിൻ്റെ കൂടെ ചിത്തിക്കൊരു മാലയും കൂടെ വാങ്ങിച്ചു കൊടുത്തു. ഇതിനിടയിൽ കൊച്ചനും കൊച്ചുബിക്കും ഒരു ഡ്രസ്സും മുണ്ടും വാങ്ങിച്ചു കൊടുത്തായിരുന്നു. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി അതിൻ്റെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല. ഓർത്ത് വീഡിയോ എടുക്കാൻ പറഞ്ഞത് ചിത്തിയാണ്. അതുകൊണ്ട് ചിത്തിക്ക് കൊടുക്കുന്നത് കറക്റ്റായിട്ട് എടുക്കാൻ പറ്റി. അങ്ങനെ ഞങ്ങൾ അന്ന് നൈറ്റ് പുറപ്പെട്ടു. അശോകേട്ടൻ്റെ അവിടെയാണ് ആസ് യൂഷ്വൽ പൊങ്കാല ഇടുന്നത്. എൻ്റെ ഫസ്റ്റ് ടൈം ആയിരുന്നു ആൻഡ് ഇറ്റ് വാസ് എൻ അമേസിങ് എക്സ്പീരിയൻസ്. ഞാൻ പ്രാർത്ഥിച്ച പോലെ എല്ലാം നടക്കാൻ പറ്റട്ടെ എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വ്ളോഗിൽ ഇത്രയൊക്കെ ഉള്ളൂ ഗൈസ്. ഹോപ്പ് യു എൻജോയ് ദിസ്. സീ യു നെക്സ്റ്റ് ടൈം. ബൈ.